എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം മെയ് 8-ാം തീയതി പ്രസിദ്ധീകരിക്കും. അപ്പോൾ പല വിദ്യാർത്ഥികളും SSLC റിസൾട്ടിനെ കുറിച്ച് പേടിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അതായത് എന്തായിരിക്കും ഈ ഒരു റിസൾട്ടിൽ എനിക്ക് എത്ര മാർക്ക് കിട്ടും, അതുപോലെ ഞാൻ ജയിക്കുമോ ഇല്ലെങ്കിൽ തോൽക്കുമോ എന്നിങ്ങനെയൊക്കെ പേടിക്കുന്ന പല വിദ്യാർത്ഥികളും ഉണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു റിസൾട്ടിനെ കുറിച്ച് നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം SSLC പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളിൽ 99.999% വിദ്യാർത്ഥികളും സാധാരണ ജയിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളും ജയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഈ ഒരു റിസൾട്ടിനെ കുറിച്ച് നിങ്ങൾ പേടിക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. കാരണം പല വിദ്യാർത്ഥികളും ഈ ഒരു റിസൾട്ടിൽ എനിക്ക് A+ കിട്ടുമോ അല്ലെങ്കിൽ A+ കിട്ടില്ലേ, എനിക്ക് 10 A+ കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ട്, പക്ഷെങ്കിൽ 9 കിട്ടുമോ എന്നിങ്ങനെയൊക്കെയുള്ള ചിന്തകൾ കൊണ്ട് ടെൻഷൻ അടിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ഒട്ടും ഈ ഒരു ടെൻഷനൊന്നും അടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് തരാൻ സാധിക്കുമോ അത്രത്തോളം മാർക്ക് നിങ്ങളുടെ അതായത് ഈ ഒരു പേപ്പർ വാല്യുവേഷൻ ചെയ്യുന്ന ടീച്ചേഴ്സ് നിങ്ങൾക്ക് ഇട്ട് തരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു റിസൾട്ടിനെ കുറിച്ച് ടെൻഷൻ അടിക്കുകയോ പേടിക്കുകയോ ചെയ്യേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, അതായത് സന്തോഷത്തോടെ ഇരിക്കുക. അപ്പോൾ ഈ ഒരു റിസൾട്ട് മെയ് 8-ാം തീയതിയോടെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ ആ റിസൾട്ട് വന്ന ശേഷം നമുക്ക് എങ്ങനെയാണ് ഈ ഒരു മാർക്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികളിൽ പലരും ചോദിക്കുന്ന കാര്യമാണ്, ഈ ഒരു A+ കിട്ടുന്നതിന്, അതായത് ഈ ഒരു 80 മാർക്കിൻ്റെ വിഷയത്തിൽ 20 മാർക്ക് CE ഉൾപ്പെടെ എത്ര മാർക്കാണ് നിങ്ങൾക്ക് ഈ ഒരു A+ കിട്ടാനായിട്ട് വേണ്ടത് എന്നുള്ളതും, അതുപോലെ 40 മാർക്കിൻ്റെ വിഷയത്തിൽ ഈ ഒരു 10 മാർക്ക് CE ഉൾപ്പെടെ എത്ര മാർക്കാണ് ആ ഒരു വിദ്യാർത്ഥിക്ക് A+ ലഭിക്കുന്നതിനായിട്ട് വേണ്ടത് എന്നുള്ളതും വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ്. അപ്പോൾ ആ ഒരു സംശയം നമുക്ക് നോക്കാം. ഇപ്പോൾ 80 മാർക്കിൻ്റെ വിഷയം വരുന്നത് ഗണിതശാസ്ത്രവും അതുപോലെ ഇംഗ്ലീഷും സോഷ്യൽ സയൻസ് എന്നിങ്ങനെയുള്ള 3 വിഷയങ്ങൾ മാത്രമാണ് 80-ൽ വരുന്നത്. അതിനോടൊപ്പം 20 മാർക്ക് CE ഉൾപ്പെടെ 100 മാർക്കിലാണ് വരുന്നത്. അപ്പോൾ 100-ൽ നിങ്ങൾക്ക് എത്ര A+ കിട്ടിയാലാണ് നിങ്ങൾക്ക് ഈ ഒരു എത്ര മാർക്ക് ലഭിച്ചാലാണ് ഈ ഒരു A+ കിട്ടുക എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് 100-ൽ 90 മുതൽ 100 വരെ കിട്ടുകയാണെങ്കിൽ A+ ഗ്രേഡാണ് കിട്ടുക. അതുപോലെ തന്നെ ഈ ഒരു A+ ആണ് കിട്ടുക. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു 80 മുതൽ 89 വരെ മാർക്ക് കിട്ടുകയാണെങ്കിൽ A ഗ്രേഡും, അതുപോലെ 70 മുതൽ 79 വരെ മാർക്ക് കിട്ടുകയാണെങ്കിൽ B+ ഗ്രേഡുമാണ് കിട്ടുക. അതുപോലെ 60 മുതൽ 69 വരെ B+ ആണ് കിട്ടുക. അതുപോലെ 50 മുതൽ 59 വരെ C+ഉം, അതുപോലെ തന്നെ ഈ ഒരു 40 മുതൽ 49 മാർക്ക് വരെ നിങ്ങൾക്ക് C ഗ്രേഡുമാണ് കിട്ടുക. അതിനുശേഷം 30 മുതൽ 39 വരെ മാർക്ക് കിട്ടുകയാണെങ്കിൽ D+ ഗ്രേഡും, അതുപോലെ തന്നെ നിങ്ങൾക്ക് 20 മുതൽ 29 വരെ മാർക്ക് കിട്ടുകയാണെങ്കിൽ D ഗ്രേഡും, 20 മാർക്കിന് താഴെയാണ് കിട്ടുന്നതെങ്കിൽ E ഗ്രേഡുമാണ് കിട്ടുക. അപ്പോൾ വിദ്യാർത്ഥികൾ മിനിമം ഈ ഒരു 30 മാർക്കിനും അതുപോലെ 39 മാർക്കിനും ഇടയിൽ മാർക്ക് വാങ്ങിക്കുകയാണെങ്കിലാണ് നിങ്ങൾക്ക് D+ ഗ്രേഡ് കിട്ടുക. അത് സാധാരണ ഒരു വിദ്യാർത്ഥിക്ക് ആ ഒരു D+ കിട്ടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതായത് നിങ്ങൾക്ക് എഴുത്ത് പരീക്ഷയിൽ ഈ ഒരു 80 മാർക്കിൻ്റെ വിഷയത്തിൽ ജസ്റ്റ് ഒരു 10 മാർക്ക് നിങ്ങൾക്ക് കിട്ടിയെന്ന് കരുതുക. ഇപ്പോൾ 20 മാർക്ക് CE, സാധാരണ 10ാം ക്ലാസ്സിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും ഫുൾ CE തന്നെ ടീച്ചേഴ്സ് കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 10 മാർക്ക് CE ഉൾപ്പെടെ, അത് 20 മാർക്ക് CE ഉൾപ്പെടെ നിങ്ങൾക്ക് 30 മാർക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു 30 മാർക്കും മുതൽ 39 വരെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് D+ ഗ്രേഡാണ് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഈ ഒരു 10 മാർക്കിന് പകരം ഒരു 30 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടിയതെന്ന് കരുതുക. അതായത് 30 മാർക്കാണ് കിട്ടിയത്, CE മാർക്ക് നിങ്ങൾക്കൊരു 18 മാർക്ക് മാത്രമേ കിട്ടിയുള്ളൂ എന്ന് കരുതുക. അതായത് ടോട്ടൽ 48 മാർക്ക് കിട്ടി. അപ്പോൾ അങ്ങനെയെങ്കിൽ 48 കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റേഞ്ച് നോക്കാം. 40 മുതൽ 49 വരെ C ഗ്രേഡാണ് ആ ഒരു വിദ്യാർത്ഥിക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ 90 മുതൽ 100 വരെ മാർക്ക് കിട്ടുകയാണെങ്കിൽ A+ കിട്ടും. അതുപോലെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു A+ കിട്ടിയിട്ടില്ല എന്ന് കരുതി നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം A+ കിട്ടിയെന്നുള്ളത് കൊണ്ട് തന്നെ, അതായത് A+ ഇല്ല എന്നുള്ളത് കൊണ്ട് +1 അഡ്മിഷൻ കിട്ടാതെയൊന്നും വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒട്ടും ടെൻഷനൊന്നും അടിക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി 50 മാർക്കിൻ്റെ വിഷയത്തിൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 46 മുതൽ നിങ്ങൾക്ക് 50 വരെ മാർക്ക്, അതായത് ഈ ഒരു 46 45 മുതൽ 50 വരെ മാർക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു A+ ഗ്രേഡാണ് കിട്ടുക. അപ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് നോക്കാം.
അപ്പോൾ ഇനി നമുക്ക് 40 മാർക്കിൽ എത്ര മാർക്ക് ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഈ ഒരു A+ അതുപോലെ A ഗ്രേഡ് കിട്ടുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് 45 മുതൽ 50 വരെ മാർക്ക് നിങ്ങൾക്ക് 40 മാർക്കിൻ്റെ വിഷയത്തിൽ CE ഉൾപ്പെടെ ലഭിക്കുകയാണെങ്കിൽ A+ ഗ്രേഡ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അതായത് A+ ആണ് കിട്ടുക. അതുപോലെ തന്നെ 40 മുതൽ 44 വരെ മാർക്ക് കിട്ടുകയാണെങ്കിൽ A ഗ്രേഡാണ് കിട്ടുക. അതുപോലെ 35 മുതൽ 39 വരെ മാർക്ക് കിട്ടുകയാണെങ്കിൽ B+ ഗ്രേഡും, അതുപോലെ തന്നെ 30 മുതൽ 34 വരെ മാർക്കാണ് കിട്ടുന്നതെങ്കിൽ B ഗ്രേഡുമാണ് കിട്ടുക. അതിനുശേഷം 25 മുതൽ 29 വരെ മാർക്കാണ് കിട്ടുന്നതെങ്കിൽ C+ ഗ്രേഡും, 20 മുതൽ 24 വരെ മാർക്ക് കിട്ടുകയാണെങ്കിൽ C ഗ്രേഡുമാണ് കിട്ടുക. അതുപോലെ തന്നെ 15 മുതൽ നിങ്ങൾക്ക് ഈ ഒരു 19 വരെ മാർക്ക് കിട്ടുകയാണെങ്കിൽ D+ ഗ്രേഡും, അതുപോലെ 10 മുതൽ 14 വരെ മാർക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് D ഗ്രേഡുമാണ് കിട്ടുക. ഈ ഒരു 10 മാർക്കിന് താഴെ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിക്കഴിഞ്ഞാലും E ഗ്രേഡാണ് ലഭിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഒരു റിസൾട്ടിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷനൊന്നും അടിക്കാതിരിക്കുക. അതുപോലെ റിസൾട്ട് എങ്ങനെയാലും ഏതായാലും റിസൾട്ട് വാല്യുവേഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതായാലും നിങ്ങളുടെ റിസൾട്ട് വരാൻ കുറച്ച് ദിവസം കൂടിയുള്ളൂ. അപ്പോൾ അത് ആലോചിച്ച് വിദ്യാർത്ഥികൾ ടെൻഷൻ അടിക്കുകയോ അല്ലെങ്കിൽ പേടിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവർക്കും മികച്ച മാർക്ക് തന്നെ ലഭിക്കാനാണ് സാധ്യത. അതായത് ഇത്തവണ കൂടുതൽ A+ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ എല്ലാ വർഷവും സാധാരണഗതിയിൽ A+ൻ്റെ എണ്ണം കൂടാറുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് സാധാരണ IT വിഷയങ്ങൾക്കാണ് സാധാരണഗതിയിൽ, അതായത് ITക്കാണ് സാധാരണ A+ കൂടുതലായിട്ട് കാണാറുള്ളത്. അപ്പോൾ ഓരോ വർഷം അനുസരിച്ചും അതിൽ ചേഞ്ച് വരും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് A+ കിട്ടില്ല എന്ന് കരുതി, അതായത് A+ കിട്ടില്ല, എനിക്ക് ഒരു A ഗ്രേഡോ അല്ലെങ്കിൽ B+ മാത്രമേ കിട്ടൂ എന്ന് കരുതി നിങ്ങൾ അതിൽ ടെൻഷനൊന്നും അടിക്കരുത്. കാരണം പല വിദ്യാർത്ഥികളും ഈ ഒരു A+ കിട്ടൂലേ എന്നുള്ളത് ആലോചിച്ച് വളരെയധികം പേടിക്കുകയും ടെൻഷൻ അടിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അതുപോലെ +1 അഡ്മിഷൻ അതുകൊണ്ട് കിട്ടില്ല എന്നൊക്കെ ചിന്തിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ഒട്ടും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം A+ ഉണ്ട് ഇല്ല എന്ന് കരുതി നിങ്ങൾക്ക് +1 അഡ്മിഷൻ കിട്ടാതെ വരികയൊന്നുമില്ല. കാരണം നിങ്ങൾക്ക് ഈ ഒരു അഡ്മിഷൻ, അതായത് സ്കൂളുകളിൽ അഡ്മിഷൻ ലഭിക്കുന്നതാണ്. കാരണം ഇത്തവണ ഏകദേശം 30% സീറ്റുകൾ +1 വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ വീണ്ടും സീറ്റുകൾ വർദ്ധിപ്പിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു റിസൾട്ട് വരുന്നത് ആലോചിച്ച് ടെൻഷൻ അടിക്കുകയോ അല്ലെങ്കിൽ A+ കിട്ടില്ല അല്ലെങ്കിൽ +1 അഡ്മിഷൻ കിട്ടില്ല എന്ന് കരുതി ടെൻഷൻ അടിക്കുകയോ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് വേണ്ടി കേരള ഗവൺമെൻറ് ഈ ഒരു സീറ്റുകൾ, അതായത് സ്കൂളുകളിലെ സീറ്റുകൾ വർദ്ധിപ്പിക്കും. അതായത് ആ ഒരു സമയത്ത് ആവശ്യമുള്ള സീറ്റുകളൊക്കെ വർദ്ധിപ്പിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് A+ കിട്ടിയില്ല എന്നൊന്നും കരുതി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ നിങ്ങൾക്ക് പ്രതീക്ഷിച്ച മാർക്ക് കിട്ടാതെ വരികയാണെങ്കിൽ നിങ്ങൾ റീവാലുവേഷനായിട്ട് അപേക്ഷിക്കേണ്ടതാണ്. റിസൾട്ട് വന്ന ശേഷം റീവാലുവേഷനുള്ള അപേക്ഷ നിങ്ങളുടെ സ്കൂളിൽ ഹെഡ് മാസ്റ്റർക്ക് നൽകാം. 400 രൂപയാണ് ഫീസ്. റീവാലുവേഷന് ശേഷം നിങ്ങൾക്ക് ഗ്രേഡ് ചേഞ്ച് വരികയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ നൽകിയ പൈസ തിരികെ റീഫണ്ടായിട്ട് നിങ്ങളുടെ ആ ഒരു സ്കൂളിൽ നിന്നും തിരിച്ചു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.